87 തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോഴും റെഗുലറായിട്ട് കണ്ടിന്യൂ ഉണ്ട്. അതിനർത്ഥം സജിയുടെ വയസ്സ് അറിയുന്നതാണ്. സജിക്ക് 53 വയസ്സായി. അതും കൂടെ പറയണം, പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് ഇച്ചിരി ബാക്കി വെക്കണേ, വീഡിയോ എടുക്കാം. ഇതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല, കഴിച്ചാൽ നിനക്ക് അല്ലേ. ഇത് ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയാണ്. അടുത്ത ഒരു കൂട്ടം ആന കേട്ടോ. ഇത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു 5 എണ്ണം, അതും കുന്നിൻ്റെ മേളിൽ തന്നെയാണ്. ഒരു കൊമ്പനും ഒരു 4 പിടിയുമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതോ 3 ആണോ? മൊത്തം 4. കാണിച്ചു തരാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാനുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. ഞങ്ങൾ ഗവി എന്നൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അതായത് ഓർഡിനറി എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിലൂടെ നമ്മളെയൊക്കെ ഒരുപാട് മോഹിപ്പിച്ച അതേ ഗവി. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടിയാണ് വന്നിരിക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം അവരെയൊക്കെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ അടവി കുട്ടവഞ്ചി കേന്ദ്രത്തിലാണ്. ഇവിടെ കണ്ടോ, ഒരുപാട് കുട്ടവഞ്ചികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഷോർട്ട് ഡിസ്റ്റൻസും ലോങ് ഡിസ്റ്റൻസും എന്ന് 2 വിധം വഞ്ചിയാത്രകൾ അവൈലബിൾ ആണ്. അത് ശരിക്കും ഒരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ എന്തായാലും രാവിലെ പരിപാടികൾ സ്റ്റാർട്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴി കുറച്ചധികം കാഴ്ചകൾ ഉള്ളതുകൊണ്ട് വഞ്ചി യാത്ര സ്കിപ്പ് ചെയ്യണം തൽക്കാലം. ഇനി ഇന്നത്തെ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ എത്തിയെന്നുള്ളതാണ്. കോന്നിയിൽ നിന്നും ഗവി റോഡിൽ ഒരു 15 കിലോമീറ്റർ സഞ്ചരിച്ച് ഉൾവനത്തിൽ മണ്ണീര എന്നൊരു വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോളിന് സമീപത്തായിട്ട് മണ്ണുശ്ശേരി എന്നൊരു ടൂറിസ്റ്റ് ഹോമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. വനത്തിലൂടെയുള്ള ഈ യാത്രയും അതിമനോഹരം തന്നെയായിരുന്നു. ഒരു വീഡിയോ പ്ലാൻ ചെയ്തല്ല ഞാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ താമസിച്ച ഹോട്ടലിൻ്റെയോ വാട്ടർഫോളിൻ്റെയോ നല്ലൊരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്നാൽ വാട്ടർഫോളിൻ്റെ കുറച്ച് ചെറിയ ക്ലിപ്സ് നമ്മുടെ ഷോർട്സ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരുന്നു. അത് നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. ശരിക്കും ഉൾക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന അതിസുന്ദരിയാണ് മണ്ണീര എന്ന് ഞാൻ പറയും. അധികം തിരക്കോ ബഹളമോ ഒന്നുമില്ലാതെ തന്നെ വന്ന് കുളിച്ച് ഉല്ലസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. തികച്ചും അപകടരഹിതമാണ് ഈ വാട്ടർഫോൾ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഗവിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെ നിന്നും 2 കാറുകളിലായിട്ടാണ് ഞങ്ങളുടെ യാത്ര. കൂടെയുള്ളവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ടു ഗവിയാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മൂഴിയാർ ഡാമിലാണ് കേട്ടോ. മൂഴിയാർ ഡാമിൽ ഫ്രണ്ട്സൊക്കെ കൂടെയുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് റാണ. ഞാൻ പറഞ്ഞു നേരത്തെ പ്രീ ഡിഗ്രി ബാച്ചിലെ ആളുകളാണ്. റാണ ട്രിവാൻഡ്രം താജ് വിവാൻഡയിൽ വർക്ക് ചെയ്യുന്നു. ദെൻ ബിജു അവിടെ നിൽപ്പുണ്ട്. ബിജു പോപ്പുലർ ഹുണ്ടായിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. കാണിക്ക് അവർക്ക് അടുത്തവരെ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ്. ഇത് ബിജു. നിൽക്കുന്നത് സുരേഷാണ്. സുരേഷ് KSRTCയിൽ സ്റ്റേഷൻ മാസ്റ്ററാണ്. പിന്നെ ബാക്കി 2 പേരും അങ്ങോട്ട് പോയിട്ടോ. ഓൺ ദ വേ ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്താം. ഇവിടുത്തെ ജസ്റ്റ് വ്യൂസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അവൻ പോയി നിൽക്കണമെന്ന് നോക്കണം പേടിച്ചിട്ട്. ഇവിടെ നമുക്കൊരു കിടിലൻ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അങ്ങ് ദൂരേക്ക് നോക്കുകയാണെങ്കിൽ വനവും ആകാശവും കൂടെ കൂട്ടിമുട്ടിയിട്ട് കോടമഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അതിമനോഹരമായിട്ടോ ഈ കാഴ്ച. പിന്നെ വേറൊരു കാഴ്ച കൂടെ ഞാൻ കാണിക്കാൻ. ഇവിടെ 3 പെൻ സ്റ്റോക്ക് കണ്ടോ. ഇത് കക്കി ഡാമിൽ നിന്ന് മൂഴിയാർ ഡാമിലേക്കുള്ളതാണ്. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ ശരിക്കും അടിപൊളിയാണ്. എൻ്റെ മൊബൈൽ ക്യാമറ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് ഏകദേശം 7 ഡാമുകളുണ്ട്, ചെറുതും വലുതുമായിട്ട്. അത് എല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എന്നാലും ചിലതൊക്കെ കണ്ടിട്ട് നമുക്ക് ഗവിയിലേക്ക് പോകും. ഞങ്ങൾ പൊക്കോട്ടെ ഇരിക്കുകയാണ്. കിടിലൻ കോട കേട്ടോ. ഇതുണ്ടോ, നല്ല കോട വന്നു. കോട വന്നപ്പോൾ നിർത്തിയാണ്. അങ്ങോട്ട് കണ്ടാൽ കാണാൻ പറ്റും. ശരിക്കും നല്ല തണുപ്പുണ്ട്. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഇത് വരാൻ പറ്റിയ സമയം എനിക്ക് തോന്നുന്നുണ്ട്.
അടിപൊളി അടിപൊളി അടിപൊളി. ഉഗ്രൻ ക്ലൈമറ്റ്, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, കലക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ എന്താ പറയുക ഹുണ്ടായിയുടെ പോപ്പുലർ ഹുണ്ടായിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഹുണ്ടായി കാർ സംബന്ധിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എന്നോട് പറഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്ത് തരാം കേട്ടോ, അല്ലെങ്കിൽ ഫോൺ നമ്പർ തരാൻ പറഞ്ഞാൽ തന്നേക്കാം. അതെ സജി, അതെ സജിയുടെ എല്ലാ കസ്റ്റമേഴ്സിനും സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. അതെ അതെ അതെ, കച്ചവടം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു കച്ചവടം കൂടെ. ഇതാ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തി. താജ് വിവാൻഡയുടെ ജനറൽ മാനേജറാണ് അവിടെയും. അതെ, എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ല പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ വലിയ ടീമാണ്. സൗണ്ട് ഞാൻ വീട്ടിൽ ചെയ്തോളാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടുപിടിച്ചു. ഞങ്ങളെ കൂടെ ഒരേ ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ച ശിവകുമാർ. അതെ, ശിവകുമാർ. ശിവകുമാർ. അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഈ ഡിപ്പാർട്ട്മെന്റിൽ 5 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു വ്യക്തിയാണ്. എന്റെ പൊന്നെ. എന്താ കിടിലൻ കോടയെന്ന് കേട്ടോ, അടിപൊളി കേട്ടോ. എന്നാലും ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഭക്ഷണം ഒന്ന് കഴിക്കാനുള്ള പുറപ്പാടില്ല കേട്ടോ. വണ്ടിയിൽ ഭക്ഷണമൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയാണ് സെറ്റാക്കിയാണ് നോക്കാം കേട്ടോ. ഈ കാണുന്നത് കണ്ടോ, ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ കിടിലൻ സുഹൃത്തുക്കളാട്ടോ. എന്താവശ്യത്തിനും ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയതെങ്കിലും ഇത് അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഫുഡാട്ടോ. അടിപൊളി ചമ്മന്തി, ചമ്മന്തി, ചെറുപൊളി ചമ്മന്തി. ഇതാരുടെ പ്രിപ്പറേഷൻ? അതാരുടെ വകയാ ഈ പ്ലാൻ? അടിപൊളി അടിപൊളി അടിപൊളി. കിട്ടു കിട്ടു കിട്ടു. എനിക്ക് കണ്ടിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. എടാ എനിക്ക് ഇച്ചിരി ബാക്കി വെക്കണേ, വീഡിയോ എടുക്കാം. ഇതിനകത്ത് കോംപ്രമൈസ് ഒന്നുമില്ല, കഴിച്ചാൽ നിനക്ക് അല്ലേ? കാച്ചിൽ കംപ്ലീറ്റ് കഴിഞ്ഞോ? ഞാൻ വരട്ടെ ഞാൻ വരട്ടെ. അല്ല അങ്ങനല്ല, ചമ്മന്തിക്കകത്തിൽ എരിവ് കുറവാണെങ്കിൽ മാത്രമേ തര കഴിക്കാവൂ. ഇത് ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. കപ്പ പുഴുങ്ങിയതുണ്ട്, ചേമ്പ് പുഴുങ്ങിയതുണ്ട്, തൈരുണ്ട്, പച്ചക്കായ വേവിച്ചതുണ്ട്, ഉണക്കമീൻ വറുത്തത്, 2 തരം ചമ്മന്തി കേട്ടോ. മുളക്, ഇത് ഉള്ളി, ചെറുള്ളി ചമ്മന്തി, ഇത് കൊഞ്ചിന്റെ അച്ചാറ്. അടിപൊളിയാണ്. അടിപൊളി കേട്ടോ. ഇതുവരെയുള്ള മൊത്തം ഹൈലൈറ്റ് ഇതാണെന്ന് ഞാൻ പറയും അല്ലേ? ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കക്കി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലാണ്. ഇവിടുത്തെയും കാഴ്ചകൾ അതിമനോഹരം തന്നെ. ഫോട്ടോ സെഷൻ നടക്കുക കേട്ടോ. ഞാനും കൂടെ കണ്ണ് വലിച്ചാണ് തുറക്കണം കേട്ടോ. നമ്മൾ കുറെ ചിരിച്ച് ശീലമുള്ളതുകൊണ്ടാ. അത് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, നല്ല മുട്ടക്കുന്നുകൾ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. പച്ച നിറഞ്ഞു കിടക്കുക കേട്ടോ. മുട്ടക്കുന്ന് പറഞ്ഞതാ. ശരിക്കും എന്നെ സംബന്ധിച്ച് ഈ യാത്രയുടെ ബെസ്റ്റ് പാർട്ട് വനത്തിലെ വഴികളിലൂടെയുള്ള യാത്ര തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ കക്കി ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര. അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രക്കിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് KSRTC ഗവിയിലേക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ മൊത്തം സൈറ്റ് സീയിങ്ങും ഫുഡും ഒക്കെ ഉൾപ്പെടെ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട KSRTC ഡിപ്പോയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അധികം വിവരങ്ങൾ ലഭ്യമായിരിക്കും.
ഇത് നമ്മളിപ്പോൾ അവസാനത്തെ ഡാമായ ഗവിയാർ ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പാർക്കിലേക്കുള്ള എൻട്രി പാക്കേജ് വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പാക്കേജിൽ ഉൾപ്പെടുന്ന ഫുഡും ബോട്ടിങ്ങും ഉൾപ്പെടെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഗവിയാർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ കേട്ടോ. ലാസ്റ്റ് ഡാമാണ്. കുറേ അധികം ഡാമുകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്ന വഴിക്ക് കുറേ ഉണ്ട്. എല്ലാം ഞാൻ എത്തിയിട്ടില്ല. എന്തായാലും ഇവിടെ ബോട്ടിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിൽ നിന്ന് പോകില്ല. മഴ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം അങ്ങോട്ട് യാത്ര ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും കുറച്ചും കൂടെ ഒന്ന് ഒരു പുൽമേടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെയൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വരേണ്ട പരിപാടിയാണ്. ഇത് ഡാമിൻ്റെ ഭംഗിയുള്ളൊരു വ്യൂ ആട്ടോ. കാച്ച്മെൻറ്റ് ഏരിയ ആണ് ഇതിൻ്റെ. ഇനി നമ്മൾ ഇവിടുത്തെ പുൽമേടുകളുടെ വിശാലമായ കാഴ്ചകളിലേക്ക് കിടക്കുകയാണ്. ഇത് ഇതുവരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കേട്ടോ. ഇതേ കണ്ടോ, അടിപൊളി നല്ല വിശാലമായ ഒരു ഏരിയ ആണ്. ഞങ്ങളുടെയൊക്കെ നിറച്ച് കോടയും കുറേ വനവും, ഒരു സൈഡ് സൺലൈറ്റ്, ഒരു സൈഡ് ശരിക്കും മഴ പെയ്യുന്നുണ്ട്. അടിപൊളി കാഴ്ച കേട്ടോ. കിടിലൻ വൈബാട്ടോ, കിടിലൻ. ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം ഇവിടെയൊക്കെ വന്ന് നോക്ക് കേട്ടോ. നമ്മുടെ നാട്ടിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. നോർമലി ഗവിയിൽ വരുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുന്ന എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി മൃഗങ്ങളൊന്നും ഇതുവരെയും കണ്ടില്ല. ആന ഒരുപാടുള്ള ഏരിയ ആണ്. കാരണം ആനപ്പിണ്ട ഞങ്ങൾക്ക് വരുന്ന റോഡ് ഫുള്ള് കാണാൻ പറ്റി. അവസാനം ഞങ്ങൾ ഒരു കൂട്ടം ആനകളെ കണ്ടു കേട്ടോ. കാണിച്ചു തരാം. കുന്നിൻ്റെ മേളിലാണ് നിൽക്കുന്നതിന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, കണ്ടിട്ടാവുമെന്ന് കരുതുന്നു. പക്ഷെ അത്രയും ക്ലിയർ അല്ല എൻ്റെ ക്യാമറ. ആ ഭാഗത്തൊരു 3-4 ആനകൾ നിൽപ്പുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ മുതൽ സജി ഇവിടെ ഒരു മൃഗത്തിനെ കാണാണ്ട് ഗവിയിൽ നിന്ന് ഇറങ്ങില്ല എന്നാണ് ശപഥം ചെയ്തിരിക്കുന്നത്. 77 കിലോമീറ്റർ കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു 60 കിലോമീറ്റർ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് ഈ ആനയെ കാണുന്നത്. ആനയാണെന്നാണ് പറയുന്നത്, പോത്താന്ന് പോലും അറിയാൻ മേല. ഇത്ര ഡിസ്റ്റൻസ് നിൽക്കുന്നതാണ്. ഓക്കെ, എന്തായാലും അവൻ കണ്ടു. താങ്ക് യു. ഇത് അടുത്ത ഒരു കൂട്ടം ആന കേട്ടോ. ഇത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു 5 എണ്ണം. അതും കുന്നിൻ്റെ മേളിൽ തന്നെയാണ്. ഒരു കൊമ്പനും ഒരു 4 പിടിയുമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യാ, അതോ 3 ആണോ? മൊത്തം 4. കാണിച്ചു തരാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. അടിപൊളി അല്ലേ. ഏറ്റവും ഫ്രണ്ടിൽ പോണത് കൊമ്പനാണ്. മറ്റൊരു 3 എണ്ണം കൂടി ഉണ്ട് തോന്നുന്നു. ആ, അതിൻ്റെ ബാക്കിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. മൊത്തം 5 ഉണ്ട്. യെസ്. അങ്ങനെ ഗവി വരെ വന്നിട്ട് ആന അല്ലെങ്കിൽ മൃഗങ്ങളെ കാണാതെ പോയി എന്നുള്ള വിഷമമൊക്കെ മാറി കേട്ടോ കണ്ടപ്പോൾ. അവിടെ കാട്ടുപോത്തൊക്കെ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഒന്നും കണ്ടില്ല. യെസ്, നൈസ് നൈസ്. നമ്മുടെ സ്വന്തം അലക്സ്. ഞങ്ങളുടെ എല്ലാ ട്രിപ്പും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പുള്ളിയാട്ടോ. അപ്പോൾ ഇതുവരെയും പുള്ളിയെ കാണാൻ പറ്റുന്നത് ക്യാമറയുമായിട്ട് എൻ്റെ പുറത്ത് നിന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടക്കയാത്രയിലാണ്. തിരിച്ച് ഞങ്ങൾ വരുന്നത് വണ്ടിപ്പെരിയാർ വഴിയായിട്ട്. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കോന്നി ചിറ്റാറല്ലേ? ചിറ്റാറല്ലേ? ആ, കോന്നി നിന്ന് ചിറ്റാർ വഴിയാണ് പോയത്. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ വണ്ടിപ്പെരിയാർ വഴിയാണ് വരുന്നത്. ഈ വഴിയുടെ പ്രത്യേകത വെച്ചാൽ തണ്ണിത്തോട്. ആ, തണ്ണിത്തോട് ചിറ്റാർ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഇവിടുത്തെ പ്രത്യേകത, ഈ റൂട്ടിൻ്റെ പ്രത്യേകത അതേ കണ്ടോ, കിഡിലൻ തേയിലത്തോട്ടങ്ങളാണ്. അടിപൊളിയാണ്. ഫുള്ള് ഇത് തന്നെയാണ്. നല്ല രസമാണ് കാണാൻ. ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ആ വനത്തിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആ കോന്നി വഴി വരുമ്പോൾ, ആ ചിറ്റാർ വഴി വരുമ്പോൾ ഇത് ശരിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗവി എന്ന് പറഞ്ഞാൽ.
ശരിക്കും പറഞ്ഞാൽ കാണാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാണാനുണ്ട്. ആ വൈബ്, യാത്രയുടെ വൈബാണ് ശരിക്കും. പിന്നെ ഈ ഫ്രണ്ട്സ് ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ, അടിപൊളിയായിരിക്കും യാത്ര. അപ്പോൾ എന്നാലും ഒരു പ്രാവശ്യം ഗവിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യൂ, അടിപൊളിയാണ്. അപ്പോൾ ഇത്തവണ എല്ലാ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ എന്താ പറയുക സബ്സ്ക്രിപ്ഷനും വ്യൂ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഇപ്രാവശ്യം എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കും കേട്ടോ, ബിജു. അങ്ങനെ 37 വർഷത്തെ കോളേജ് ലൈഫിൽ 87 തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോഴും റെഗുലറായിട്ട് കണ്ടിന്യൂ ഉണ്ട്. അതിനർത്ഥം സജിയുടെ വയസ്സ് അറിയുന്നതാണ്. സജിക്ക് 53 വയസ്സായി, അതും കൂടെ പറയണം, പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. സജി ഇങ്ങനെയൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും 53 വയസ്സായി. അതെ. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ്. ഈ നമ്മുടെ റിലേഷൻഷിപ്പിനുള്ള വാല്യൂ എന്ന് പറയുന്നത് ബി ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. നമ്മളെ ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ ഈ സജിയുടെ ഈ ഒരു ബ്ലോഗറാണ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ഏക ബ്ലോഗറാണ്. അപ്പോൾ സജിയുടെ നിങ്ങളാരും ഇതുവരെ സജിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എൻജോയ്. കുറച്ച് കാശ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അവൻ്റെ കുറച്ച് വാങ്ങിച്ച് അടിച്ച് പൊളിക്കാൻ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. താങ്ക് യു, ബൈ ബൈ.